നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാ നമ്പറുകളും പരീക്ഷിച്ച് പരാജയപ്പെട്ടവരാണോ? എങ്കിൽ ഈ 333 മാജിക് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ഉറപ്പായും നിങ്ങൾക്ക് ഫലം ലഭിക്കും. കൂടിയാൽ 3 ദിവസം, അതിനുള്ളിൽ നിങ്ങൾക്ക് ഫലം തരുന്ന ഒരു ശക്തിയാർന്ന നമ്പറാണിത്. നിങ്ങളുടെ ഏത് ആഗ്രഹവും ഈ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ കഴിയും. എങ്ങനെയാണ് 333 മാജിക് ചെയ്യുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. 333 എന്ന ഈ ഏഞ്ചൽ നമ്പർ പലരും പല രീതിയിലും ഉപയോഗിക്കാറുണ്ട്. അതിലെല്ലാം വളരെ ഉപയോഗപ്രദമായ ഒരു വിശേഷതയാണ് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമേ പറയുകയാണ്, പ്രപഞ്ചശക്തിയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഫലമുണ്ടാവുകയുള്ളൂ. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും 333 ഏഞ്ചൽ നമ്പറിന് വളരെ ശക്തിയുള്ളത്. ഇത് പ്രപഞ്ചശക്തിയുമായി വളരെ വേഗം കണക്റ്റ് ആവുന്ന ഒരു മാജിക് നമ്പറാണ്. പ്രപഞ്ചശക്തിയിൽ വിശ്വാസമുള്ള ഏതൊരാൾക്കും വളരെ ഉപയോഗപ്രദമായ ഒരു നമ്പറാണിത്. അത്ഭുതകരമായ ഫലങ്ങളാണ് ഈ നമ്പർ കൊണ്ട് പലർക്കും ലഭിച്ചിരിക്കുന്നത്. പ്രപഞ്ചശക്തി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയാത്ത ഒരു അദൃശ്യ ശക്തി. അതിനെ പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിച്ചാൽ നമ്മുടെ ഏത് ആഗ്രഹവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇവിടെ പറയുന്ന രീതിയിൽ നിങ്ങൾ 333 ഏഞ്ചൽ നമ്പറിനെ ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പ്രപഞ്ചശക്തിയുമായി വേഗത്തിൽ കണക്റ്റ് ചെയ്യാൻ സാധിക്കും. മാസങ്ങളിൽ വരുന്ന 3, 12, 21, 30 എന്നീ ഡേറ്റുകളിൽ വേണം നിങ്ങൾ ഈ മാനിഫെസ്റ്റോ ചെയ്യാൻ. ഈ ഡേറ്റുകളിലൊക്കെ വരുന്നത് മൂല്യാങ്കം 3 അപ്പോൾ നമുക്ക് 3ൻ്റെ ആനുകൂല്യങ്ങളും കൂടും. ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ തിരഞ്ഞെടുത്ത് മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ആദ്യമായി നിങ്ങളൊരു വെള്ള പേപ്പർ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് കളറായ സ്കെച്ച് പെന്നോ പേനയോ ഉപയോഗിക്കുക. വെള്ള പേപ്പറിൻ്റെ മുകളിലായി 333 എന്ന് ഏഞ്ചൽ നമ്പർ എഴുതുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ആഗ്രഹവും എഴുതുക. അതായത് പേപ്പറിൻ്റെ മുകളിൽ നിങ്ങൾ 333 എന്ന് എഴുതിയതിന് ശേഷം നിങ്ങളുടെ ഏതാഗ്രഹമാണോ നിങ്ങൾക്ക് നടക്കേണ്ടത് ആ ആഗ്രഹം നടന്നു കിട്ടി എന്ന തരത്തിൽ വേണം നിങ്ങൾ എഴുതുവാൻ. നിങ്ങളുടെ ആഗ്രഹം 1, 2, 3 എന്ന ക്രമത്തിൽ 3 പ്രാവശ്യമാണ് എഴുതേണ്ടത്. അതിന് തൊട്ട് താഴെ നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ് എന്നുകൂടി എഴുതുക. അതിനുശേഷം നിങ്ങളുടെ കണ്ണുകളൊക്കെ അടച്ച് നിങ്ങളുടെ ആഗ്രഹം ഏതാണോ ആ ആഗ്രഹം നിങ്ങൾ 3 തവണ പ്രപഞ്ചശക്തിയോട് നടന്നതായി പറയുക. നിങ്ങളുടെ ആഗ്രഹം നടത്തി തന്നതിന് 3 തവണ പ്രപഞ്ചശക്തിയോട് നന്ദിയും പറയുക. എന്നിട്ട് നിങ്ങൾ ഈ പേപ്പർ എടുത്തിട്ട് മടക്കിയിട്ട് നല്ല വൃത്തിയുള്ള ആരും എടുക്കാത്ത സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കുക. അടുത്ത ദിവസം നിങ്ങൾ ഈ പേപ്പർ എടുത്തിട്ട് വീണ്ടും നിങ്ങളുടെ ആഗ്രഹം എഴുതിയ തൊട്ടു താഴെ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടി എന്ന രീതിയിൽ നിങ്ങൾ വീണ്ടും എഴുതുക. അതിന് താഴെ താങ്ക് യു യൂണിവേഴ്സ് എന്നുകൂടി എഴുതുക. എന്നിട്ട് നിങ്ങളുടെ കണ്ണുകളൊക്കെ അടച്ച് നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചശക്തിയോട് വീണ്ടും 3 പ്രാവശ്യം പറയുക. അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തന്നതിന് പ്രപഞ്ചശക്തിയോട് നന്ദിയും പറയുക. അതിനുശേഷം ഈ പേപ്പർ പഴയ പോലെ മടക്കി വീണ്ടും നേരത്തെ വെച്ച പോലെ സൂക്ഷിച്ച് വെക്കുക. ഇങ്ങനെ 3 ദിവസം നിങ്ങൾ അടുപ്പിച്ച് ചെയ്യുക. ഇതിന് നിങ്ങൾ പ്രത്യേക സമയമൊന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഇന്ന് ചെയ്തതുകൊണ്ട് നാളെ അതേ സമയത്ത് ചെയ്യണം എന്നൊന്നുമില്ല. പക്ഷേ നിങ്ങൾ 3 ദിവസം ഒരേ ഒരു ആഗ്രഹവും എഴുതുകയും പറയുകയും ചെയ്യണം. നിങ്ങളുടെ ഏതാഗ്രഹവും 3 ദിവസത്തിനുള്ളിൽ നടന്നു കിട്ടും. ചിലർക്ക് നടന്നില്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം നടക്കാനുള്ള സൂചന വന്നു ചേരും. ഇത് നിങ്ങൾ ആദ്യം എഴുതി തുടങ്ങുമ്പോൾ മാത്രം നിങ്ങൾ ആ തീയതികൾ നോക്കുക. അതിനുശേഷം തൊട്ടടുത്തുള്ള ദിവസങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ നമ്മുടെ ആഗ്രഹം പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പ്രപഞ്ചശക്തിയുമായി കണക്റ്റ് ആവുകയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടി എന്ന് വേണം നിങ്ങൾ പ്രപഞ്ചശക്തിയോട് പറയാൻ.
ഇങ്ങനെ തുടർച്ചയായി നമ്മൾ 3 ദിവസം നമ്മുടെ ആഗ്രഹം നമ്മൾ പ്രപഞ്ചശക്തിയോട് പറയുമ്പോൾ നമ്മളുടെ ഉപബോധ മനസ്സിൽ ഈ ഈ നമ്മുടെ ആഗ്രഹങ്ങളിൽ ശക്തി പ്രാപിച്ചു വരികയും അതുപോലെ നമ്മളുടെ ആഗ്രഹം സാധിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാം. 3 ദിവസങ്ങൾക്ക് ശേഷം ഈ പേപ്പർ കത്തിച്ച് അതിൻ്റെ ചാരം വായുവിൽ ഊതിക്കളയുക. നന്ദി, നമസ്കാരം.